യജുപോർട്ടിന്റെ പ്രഡിക്ഷൻ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എടാ, നിയമപ്രകാരമുള്ള മുന്നറിയിപ്പ് ക്വസ്റ്റ്യൻ പേപ്പർ ഞങ്ങൾ ഇട്ടിട്ടില്ല, ഞങ്ങളത് ചോർത്തിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ പറയും, ആ ഫ്ലോ അങ്ങോട്ട് പോയി, ഇയാൾ തുടക്കത്തിൽ തന്നെ പിന്നെ എങ്ങനെ പറഞ്ഞ് പ്രഡിക്ഷൻ വീഡിയോ എന്നുള്ള ടൈറ്റിലൊക്കെ കൊടുത്ത്. ആദ്യം നമുക്ക് മനസ്സിലാക്കണം, നമ്മൾ ഓൾറെഡി നിങ്ങൾക്ക് നല്ലൊരു സ്റ്റഡി പ്ലാൻ പറഞ്ഞു തന്നു. നിങ്ങൾക്ക് 2 പാഠം അന്ന് എടുത്തു തന്നു, ബാക്കിയുള്ള 3 പാഠം പിറ്റത്തെ ദിവസം എടുത്തു തന്നു, അവസാനത്തെ 3 പാഠം ഇന്നലെ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു. യൂട്യൂബിൽ വീഡിയോസ് ഇട്ടു. പ്രധാനപ്പെട്ട കാര്യം അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ പ്രഡിക്ഷൻ വീഡിയോ എടുക്കുന്നത്. സോ ഏറ്റവും നല്ലൊരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഓനെ എല്ലാ പാഠവും പഠിച്ച് നല്ല ഹാപ്പി ആയിട്ടാണ് എക്സാം ഹാളിൽ പോകുന്നത്. പിന്നെ എന്തിനാ മാഷെ ഇങ്ങനത്തെ ഒരു വീഡിയോ എടുത്തിട്ട്? ഞാൻ ഈ വീഡിയോയുടെ ഉദ്ദേശം ഞാൻ പറഞ്ഞുതരാം. ഇതാണ് ഓരോ പാഠത്തിലെയും ഏറ്റവും മർമ്മപ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. ഒരു മാഷ് എന്ന നിലയിൽ എനിക്കറിയാം, അല്ലെങ്കിൽ ഒരു ടീച്ചർക്ക് അറിയാം, ഈ പാഠത്തിൽ ഇന്നതാണ് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ്. അതാണ് നമ്മൾ ഇവിടെ പറയുന്നത്. സോ ഈ വീഡിയോ കാണുന്ന ഒരു കുട്ടി മനസ്സിലാക്കണം, നിങ്ങൾ ഓൾറെഡി എല്ലാ പാഠവും പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന പോയിന്റുകളൊക്കെ അതിലുണ്ടിട്ടോ, ഞാൻ ഇതെല്ലാം പഠിച്ചിട്ടുണ്ടിട്ടോ എന്ന് നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യണം. ഒന്നും പഠിക്കാത്തൊരു കുട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ, അയ്യോ എന്നെ കൊണ്ട് വയ്യ സാറേ, എനിക്ക് പഠിക്കാനൊന്നും വയ്യ സാറേ, അങ്ങനെയുള്ള ഒരുത്തനാണെന്നുണ്ടെങ്കിൽ, തലവേദനയോ മറ്റെന്തെങ്കിലും അസുഖമുള്ള ഒരുത്തനാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഇതെങ്കിലും പഠിക്കാണ്ട് എക്സാമിന് പോകരുത്. ഇതാണ് ആ പാഠത്തിലെ മെയിൻ സാധനങ്ങൾ. തുടങ്ങല്ലേ? സോ ഗൈസ്, എൻ്റെ കൂടെ ഞാൻ ഇനി പറയാൻ പോകുന്ന പോയിന്റുകൾ നിങ്ങൾ പഠിക്കും എന്ന് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ, എന്നൊരു ധൈര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ വീഡിയോ ലൈക്ക് അടിക്കുക, നല്ല കമൻറ്റ് ഇടുക. വീഡിയോക്ക് നിങ്ങൾക്ക് A+ കിട്ടുമാറാകട്ടെ. സുധര, നമുക്ക് തുടങ്ങാം. റിവേഴ്സ് ഓർഡറിൽ. ഏതാണ് റിവേഴ്സ് ഓർഡറിൽ? അവസാനത്തെ പാഠമാണ് സൗണ്ട്. ഞാൻ എപ്പോഴും പറയുന്നതാണ്, പഠിക്കുമ്പം റിവേഴ്സ് ഓർഡറിലാണ് ആനുവൽ എക്സാമിന് പഠിക്കേണ്ടത്. ഏറ്റവും കൂടുതൽ വെയിറ്റേജ് മേലെ നിങ്ങോട്ടായിരിക്കും. അപ്പോൾ ആദ്യം 8ാമത്തെ പാഠം പഠിക്കുക, 7ാമത്തെ പാഠം പഠിക്കുക, 6ാമത്തെ പാഠം പഠിക്കുക. ആ ഓർഡറിലേ നിങ്ങൾ പഠിക്കാവൂ. ഇന്ന് അതാണ് ഏറ്റവും നല്ല സ്ട്രാറ്റജി. സാർ 8ാമത്തെ പാഠം സൗണ്ട്. സാർ ഈ പാഠത്തിൽ എക്സാമിന് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ എന്താണ് ചാൻസ്? 1ാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കും, സൗണ്ട് ഏതിലാണ് ഏറ്റവും സ്പീഡിൽ പോവുക, സൗണ്ട് ഏതിലാണ് ഏറ്റവും സ്ലോയിൽ പോകാന്ന്. സൗണ്ട് ഏറ്റവും വേഗതയിൽ പോകുന്ന മീഡിയം ഏത്, ഏറ്റവും കുറവ് പോകുന്ന മീഡിയം ഏത്? ഇതിൻ്റെ ഒക്കെ ഉത്തരം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇന്നലത്തെ ലൈവിൽ എടുത്തതാ. എന്നാലും എൻ്റെ മക്കള് ബാക്കി ചോദ്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി 7 മണിക്ക് യജുപോർട്ടിൻ്റെ ഷുവർ ക്വസ്റ്റ്യൻ ലൈവ് ഉണ്ട്, അതിൽ വരിക. ബാക്കിയൊക്കെ നമ്മളതിൽ ഡിസ്കസ് ചെയ്യും. സോ സൗണ്ട് ഏറ്റവും സ്പീഡ് ഏതിലാ പോവുക, ഏറ്റവും സ്ലോയിൽ ഏതിലാ പോവുക എന്ന് പഠിച്ചു വെക്കണം. രണ്ടാമത് എന്താ? ഇടിയും മിന്നലും. ഇടിയും മിന്നലും ഒരേ സമയത്താണ് ഉണ്ടാകുന്നുണ്ടെങ്കിലും നിങ്ങൾ ആദ്യം മിന്നൽ കാണും, എന്നിട്ടാണ് ഇടിൻ്റെ സൗണ്ട് കേൾക്കുക. അതെന്താ അങ്ങനെ? അത് പഠിച്ചു വെക്കണം. സാറേ പിന്നെ ഇവിടെ എന്താ ചോദിക്കുക, ഈ ഹിയറിംഗ് എംപേർഡ്, കേൾവി ശക്തി കുറഞ്ഞ ആൾക്കാർ, അവർ നേരിടുന്ന പ്രശ്നങ്ങൾ, അവരെ പറ്റിയുള്ള സംഭവങ്ങളൊക്കെ പഠിച്ചു വെക്കുക. സാറേ അടുത്തതാണ് ഈ പാഠത്തിലെ പ്രധാനപ്പെട്ട ഒന്നാണ് സൗണ്ട് പൊല്യൂഷൻ, ശബ്ദ മലിനീകരണം. സൗണ്ട് പൊല്യൂഷൻ്റെ കാരണം എന്താ, അതിൻ്റെ പ്രശ്നം എന്താ, അത് നമുക്ക് എങ്ങനെയൊക്കെ അതിജീവിക്കാൻ പറ്റും, അതൊക്കെ പഠിച്ചേക്കുക. പിന്നെ ഈ പാഠത്തിലെ പ്രധാനപ്പെട്ട ഒന്നാണ് മ്യൂസിക്കും നോയ്സും തമ്മിലുള്ള വ്യത്യാസം, സംഗീതവും ഒച്ചയും തമ്മിലുള്ള വ്യത്യാസം. സോ അതൊക്കെ നന്നായിട്ട് പഠിച്ചേക്കുക. ഇതാണ് ആ പാഠത്തിലെ ഏറ്റവും മെയിൻ സാധനം എന്ന് കരുതി ഇത് മാത്രം പഠിച്ചാൽ മതിയോ സാറേ? അങ്ങനെയല്ല. ഞാൻ പറഞ്ഞില്ലേ, ഇതെങ്കിലും പഠിക്കണം, ഇത് പഠിച്ചിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. ഇതൊക്കെയാണ് ആ പാഠത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. സെറ്റ്. സാറേ നമുക്ക് 7ാമത്തെ പാഠത്തിലേക്ക് പോകാം. ഏതാ 7ാമത്തെ പാഠം? കറണ്ട് ഇലക്ട്രിസിറ്റി. ശരിക്കും ഈ ലാസ്റ്റത്തെ 3 പാഠത്തിലൊന്നും എനിക്കൊന്നും വെട്ടാനില്ല. ശരിക്കും അതിലുള്ള എല്ലാ ഹെഡിങ്ങും പഠിക്കണമെന്ന് എനിക്ക് ആത്മാർത്ഥമായി പറയാൻ പറ്റുള്ളൂ. എന്നാലും പ്രഡിക്ഷൻ ആകുമ്പം കുറച്ച് ഹെഡിങ് മുക്കണമല്ലോ, ചില ഹെഡിങ്ങൾ അങ്ങനെ പറയണമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇത്ര മാത്രം ഉൾപ്പെടുത്തിയത്. ശരിക്കും എൻ്റെ മക്കൾ മനസ്സിലാക്കണം, അവസാനത്തെ 3 പാഠത്തിൽ കോംപ്രമൈസ് നിങ്ങൾ ചെയ്യരുത്. അതെന്തായാലും നന്നായിട്ട് പഠിക്കണം. സാർ ഏതാ? ഇലക്ട്രിസിറ്റി എന്നുള്ള പാഠത്തിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന്. ഒന്നാമത്തെ എന്താ? യൂണിറ്റുകൾ. എല്ലാത്തിൻ്റെ യൂണിറ്റ് നന്നായിട്ട് പഠിക്കണം. യൂണിറ്റിൻ്റെ ഓൾറെഡി ഒരു വീഡിയോ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്, ആ വീഡിയോ നന്നായിട്ട് പോയിട്ട് കാണാം. എല്ലാ യൂണിറ്റുകൾ, അതേമാതിരി ആ പാഠത്തിൽ ഇക്വേഷൻസ്, ഓംസ് ലോ ചോദിക്കാത്ത ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടാൽ പിന്നെ എനിക്ക് ഇഷ്ടമല്ല, അയാളെ പറ്റി ഞാൻ അങ്ങോട്ട് വിലയിരുത്തി കാണും. ഓംസ് ലോ എന്ന് പറഞ്ഞാൽ അത്രക്കും ഇമ്പോർട്ടൻ്റ്. ആ ഓംസ് ലോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതിനെ പറ്റി പഠിക്കണം. പിന്നെ ഇവിടെ നോക്കണം, ആ പാരലും സീരീസും, റെസിസ്റ്റേഴ്സ്, R=R1 + R2, R=R1R2/R1 + R2, സീരീസും പാരലും എന്തായാലും നോക്കണം. 10ാം ക്ലാസ് ആയിരിക്കും വരെ മെയിൻ ആയിട്ടുള്ള സാധനം. അപ്പോൾ പിന്നെ 9ാം ക്ലാസ്സോട് ചോദിക്കാണ്ട് നിൽക്കുമോ? എന്തായാലും ചോദിക്കും, അതും പഠിച്ചു വെക്കുക. പിന്നെ അടുത്തൊന്നാണ് വോൾട്ടാ സെല്ല്. ആ വോൾട്ടാ സെല്ലിലടാ പോസിറ്റീവ് കോപ്പർ, നെഗറ്റീവ് സിങ്ക്, വോൾട്ടാ സെല്ലിനെ പറ്റി ഒന്ന് പഠിച്ചു വെക്കുക. പിന്നെ അതിൽ ഇമ്പോർട്ടൻ്റ് ആണ് റെസിസ്റ്റൻസ് എന്താ, റിയോസ്റ്റാറ്റ് എന്താ. ആ റെസിസ്റ്റൻസിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളൊക്കെ അല്ലേ, നീളം, പിന്നെന്താ ഏരിയ, വണ്ണം, ടെമ്പറേച്ചർ, പദാർത്ഥത്തിൻ്റെ സ്വഭാവം, അതൊക്കെ ഒന്ന് നല്ലോണം പഠിച്ചു വെക്കുക. റെസിസ്റ്റൻസും റിയോസ്റ്റാറ്റും ഇതൊക്കെ എന്തായാലും പഠിച്ചു വെക്കണം. ഇത് മാത്രം പഠിച്ചാൽ A+ കിട്ടുമോ സാറേ എന്ന കമൻറ്റ് നിരോധിച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞെന്താ, ഇതെങ്കിലും പഠിക്കണം, ഇതെന്തായാലും പഠിക്കണം, അങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് സാധനങ്ങൾ. സാർ അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത പാഠം ഏതാ? നമ്മൾ 5ാമത്തെ പാഠം, 6ാമത്തെ പാഠം ഇങ്ങനൊന്നും ഞാൻ എഴുതിയ പക്ഷേ ഇങ്ങനെ ആയിപ്പോയി. വർക്ക് ആൻഡ് എനർജി. ഈ പാഠത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താ? ഒന്നാമത്തെ കാര്യം, വർക്കുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ്. 2 ഇക്വേഷൻ ഇല്ലേ, F×S mgh, അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് എന്തായാലും പഠിച്ചു വെക്കണം. സാർ അടുത്ത പോയിന്റ് എന്താ ചോദിക്കുക? 2 ടൈപ്പ് വർക്ക് ഉണ്ട്, പോസിറ്റീവ് വർക്ക്,
വർക്ക് നെഗറ്റീവ് വർക്ക് രണ്ടിനും എക്സാമ്പിൾ പഠിച്ചേക്കുക. പിന്നെ അടുത്തൊന്നാണ് മെക്കാനിക്കൽ എനർജിൻ്റെ ടൈപ്സ്. അത് നന്നായിട്ട് പഠിച്ചേക്കണം. നമുക്കറിയാം മെക്കാനിക്കൽ എനർജി യാന്ത്രികോർജ്ജത്തിനെ പൊട്ടൻഷ്യൽ എനർജി എന്നും കൈനറ്റിക് എനർജി എന്നും മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ ഒക്കെ ഇക്വേഷൻസ് എന്താ, അതിൻ്റെ എക്സാമ്പിൾ എന്താ, അതൊക്കെ നന്നായിട്ട് പഠിച്ചേക്കുക. ഒരു എക്സാമ്പിൾ തന്നാൽ അത് ഏത് പൊട്ടൻഷ്യൽ എനർജി ആണോ, മെക്കാനിക്കൽ എനർജി ആണോ, കൈനറ്റിക് എനർജി ആണോ എന്നൊക്കെ തിരിച്ചറിയാൻ ആ ഒരു ക്ലാസിഫിക്കേഷൻ നന്നായിട്ട് പഠിച്ചേക്കണം. ആ ഒരു ബോധം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതാണ് അതിൻ്റെ ഉദ്ദേശം. സാർ അടുത്തെന്താ, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി, ഊർജ്ജ സംരക്ഷണ നിയമം. അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഉപകരണം തന്നാൽ അതിൽ എന്ത് എനർജി ആയിട്ടാണ് മാറുന്നത് എന്ന് പഠിച്ചിരിക്കണം. പിന്നെ ആ പാഠത്തിലുള്ള ഒന്നാണ് യൂണിറ്റുകൾ. ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട് യൂണിറ്റുകളെ പറ്റിയിട്ടുള്ള ഇക്വേഷനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഓൾറെഡി യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മക്കൾ ചാനലിൽ പോയിട്ട് കാണാം. ഓക്കെ അല്ലേ സാർ? അടുത്ത പാഠം എന്താ? വീണ്ടും ഞാൻ ഇങ്ങനൊന്നും അല്ലേ എഴുതിയത്, ഫോണ്ട് സൈസിലെ പ്രശ്നം കൊണ്ടാ. പാവം ബോയിൻ്റ് ഫോഴ്സ്, പ്ലവക്ഷമ ബലം. ഈ പാഠത്തിൽ എന്താ എക്സാമിനെ ചോദിക്കാന്ന്? ഈ പാഠത്തിൽ എക്സാമിന് പ്രധാനമായിട്ട് 4 കാര്യങ്ങളാണ് ചോദിക്കാറ്. ഏറ്റവും പ്രധാനം ഇത് മാത്രം പഠിച്ചാൽ മതിയോ? ഇതെന്തായാലും പഠിച്ചേക്കണം. അതിലൊന്നാമത്താണ് പ്ലവക്ഷമ ബലം എങ്ങനെയാണ് കാണുക. ഫൈൻഡ് ബോയൻസി, വെയിറ്റ് ഇൻ എയർ മൈനസ് വെയിറ്റ് ഇൻ വാട്ടർ. ഓർമ്മയുണ്ടോ? അതൊക്കെ വെച്ച് പഠിക്കുക. രണ്ടാമതെന്താ, ഏതിലിട്ടാണ് ബോയൻസി കൂടുതൽ ഉണ്ടാവുക, ഏതിലിട്ടാലാണ് ബോയൻസി കുറവുണ്ടാവുക, ബോയൻസിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ, അതും പഠിച്ചേക്കണം. അടുത്തെന്താ, ആർക്കിമിഡീസ് പ്രിൻസിപ്പിളും പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷനും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ആർക്കിമിഡീസ് തത്വം, പ്ലവന തത്വം, അതും നോക്കി പോയിരിക്കണം. പിന്നെ ഒന്നാണ് ലാക്ടോമീറ്റർ. ലാക്ടോമീറ്റർ എന്താന്ന്? പാലിൻ്റെ ശുദ്ധത അളക്കുന്ന ഉപകരണമാണ് എന്ത്? ലാക്ടോമീറ്റർ. ഓക്കെ അല്ലേ? ഇത് നിർബന്ധമായിട്ട് നോക്കണം. സാർ അടുത്ത പാഠം ഏതാ? രണ്ടാമത്തെ പാഠം ലോസ് ഓഫ് മോഷൻ. മൂന്നാമത്തെ പാഠം ലോസ് ഓഫ് മോഷൻ, ചലന നിയമങ്ങൾ. ഈ പാഠത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, പാവം എഴുത്ത് അങ്ങനെ ആയിപ്പോയി, ഞാൻ പറഞ്ഞില്ലേ കമൻറ്റ് ഉത്തരവാദിത്തം ഏൽക്കൂല, ഈ കമ്പ്യൂട്ടറിന് എന്തോ പ്രശ്നമാണ്, ഞാൻ നല്ല വൃത്തിക്ക് നേരെ എഴുതിയിന്, എന്നോടൊന്നും തോന്നരുത്. ഈ പാഠത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട് ഉപയോഗിക്കേണ്ടത് ഒന്ന് ബാലൻസ്ഡ് ഫോഴ്സ്, അൺബാലൻസ്ഡ് ഫോഴ്സ്, ഇന്റേണൽ ഫോഴ്സ്, എക്സ്റ്റേണൽ ഫോഴ്സ്. ഓർമ്മയില്ലേ? റിസൾട്ടന്റ് ഫോഴ്സ് 0 ആണെങ്കിൽ ബാലൻസ്ഡ് ആണ്, അല്ലെങ്കിൽ അൺബാലൻസ്ഡ് ആണ്, ഉള്ളിൽ നിന്നാണെങ്കിൽ ഇന്റേണൽ ആണ്. ആ സാധനങ്ങളൊക്കെ നോക്കുക. പിന്നെ അടുത്തെന്താ ചോദിക്കുക, ഇനീഷ്യക്ക് എക്സാമ്പിൾ. ഏത്? ഇനീഷ്യ ഓഫ് മോഷൻ, ഇനീഷ്യ ഓഫ് റെസ്റ്റ്. ഇനീഷ്യലെ നിശ്ചല ജഡത്വം, ചലന ജഡത്വം, അതിന് എക്സാമ്പിൾ നോക്കുക. F=ma വെച്ചുള്ള പ്രോബ്ലം ഉറപ്പിച്ചോ. അതേമാതിരി മൊമെന്റവുമായി ബന്ധപ്പെട്ട പ്രോബ്ലം, ആക്കവുമായി ബന്ധപ്പെട്ട പ്രോബ്ലം, ഈ പ്രോബ്ലംസ് നോക്കണം. ഇമ്പൾസ് എന്നുള്ള സാധനം കൂടി ഒന്ന് നോക്കി വെക്കുക. ഇതാണ് ആ പാഠത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇതെന്തായാലും പഠിച്ചു പോണേ. പിന്നെ നമുക്ക് അടുത്ത പാഠം നോക്കാം. ഏതാ? രണ്ടാമത്തെ പാഠം. സാറേ രണ്ടാമത്തെ പാഠമാണ് ഇക്വേഷൻസ് ഓഫ് മോഷൻ, ചലന സമവാക്യങ്ങൾ. ഈ പാഠത്തിൽ ആകെ നോക്കേണ്ടത്, ഈ പാഠം എന്തിൻ്റെ പാടാ? ഇക്വേഷൻ വെച്ചുള്ള പ്രോബ്ലം അല്ലേ? സോ ആ 3 ഇക്വേഷൻ വെച്ചുള്ള പ്രോബ്ലം ഉറപ്പായിട്ട് നോക്കണം. അതെന്തായാലും ചോദിച്ചിരിക്കും. കാരണം ഒരു പാഠത്തിൻ്റെ പേരിന് അതാണ്. അപ്പോൾ അത് നോക്കണം. പിന്നെ ആ സൈൻസ് ഇല്ലടാ, നിർബന്ധമായി പാലിക്കേണ്ട സൈന്, ആ സൈനുകളല്ലേ, ആ സൈനുകളെ പറ്റി ഒന്ന് നോക്കിയേക്കുക. പിന്നെ നമ്മൾ ഒന്നാമത്തെ പാഠം. ഏതാ ഒന്നാമത്തെ പാഠം? സാറേ ഒന്നാമത്തെ പാഠത്തിൻ്റെ പേരാണ് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്, പ്രകാശത്തിൻ്റെ അപവർത്തനം. ഈ പാഠത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളത് 3 ക്വസ്റ്റ്യനാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഈ അപവർത്തനാങ്കല്ലേടാ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, അതും പ്രകാശത്തിൻ്റെ വേഗതയും തമ്മിലുള്ള ബന്ധം എന്താന്ന് ആലോചിക്കുക. അറിയില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടി? അത് ലൈവിൽ വരിക, നമ്മൾ പറഞ്ഞുതരാം. പിന്നെ അടുത്തെന്താ, ഫിഗേഴ്സ്, ഓരോ ചിത്രങ്ങൾ, അതിലുള്ള ചിത്രങ്ങളൊക്കെ നോക്കുക. കുറഞ്ഞേന്ന് കൂടിയേക്ക് പോകുമ്പോൾ എന്താ സംഭവിക്കുക, കൂടിയെന്ന് കുറഞ്ഞേക്ക് പോകുമ്പോൾ എന്താ സംഭവിക്കുക, ലംബത്തിനോട് അടുക്കുകയാണോ, ലംബത്തിൽ നിന്ന് അകലെയാണോ, ആ ചിത്രങ്ങളൊന്ന് നോക്കുക. പിന്നെ അതേമാറ്റൊരു സാധനമാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ, അതിൻ്റെ എക്സാമ്പിൾ, അതും കൂടി ഒന്ന് നോക്കുക. അതിൻ്റെ എക്സാമ്പിൾ മാത്രമല്ല മൈൻഡ് നോക്കണം. മെയിനായിട്ട് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ് നല്ലോണം നോക്കേണ്ടത്. ടെക്സ്റ്റ് ബുക്കിൽ അതിൻ്റെ എക്സാമ്പിളൊക്കെ ഇഷ്ടം പോലെ പറഞ്ഞിട്ടുണ്ട്. അതും കൂടി എൻ്റെ മക്കളൊന്ന് പഠിച്ചേക്കുക. ഇതാണ് നമ്മൾ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇത് പഠിക്കാണ്ട് എക്സാമിന് പോകരുത്. സാർ ഇങ്ങോട്ട് നോക്കി, ഞാനിപ്പം പറഞ്ഞ ഹെഡിങ് നോക്കാണ്ട് നിങ്ങൾ പരീക്ഷയ്ക്ക് പോകരുത്. കാരണം എന്താ? അതാണ് ആ പാഠത്തിലെ ഏറ്റവും മെയിൻ സാധനങ്ങൾ. അതല്ലാണ്ട് ഇനിയും ഉണ്ട്, അതല്ലാണ്ടും വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഇതാണ് മെയിൻ സാധനം. ഓക്കെ, ബാക്കി ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസും ബാക്കിയുള്ള ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളും മറ്റു പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഇന്ന് രാത്രി 7 മണിക്കുള്ള ഷുവർ ക്വസ്റ്റ്യൻസ് ലൈവിൽ നമ്മൾ പറയും. സുഹൃത്തുക്കളെ, നമ്മൾ ഓവർ ടൈം ഒന്നും എടുക്കൂല, പെട്ടെന്ന് പറയും, ടാറ്റ ബൈ ബൈ സി യു പറയും. ബാക്കി നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വെച്ച് തന്നെ പഠിക്കണം. കാരണം അതാണ് ഫിസിക്സിലെ ഏറ്റവും നല്ല മാർഗ്ഗം. സോ ഗൈസ്, രാത്രി 7 മണിക്കുള്ള ലൈവിൽ വരിക. അതിൻ്റെ ലിങ്ക് താഴെ കമൻറ്റ് ബോക്സിൽ ഉണ്ടാവും. ഇപ്പോഴേ പോവുക, ലൈക്ക് അടിച്ചു വെക്കുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. വെൽക്കം ടു എജുപോഡ്. ബൈ.